മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാണ്ടൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി SVG ഫയലായി സേവ് ചെയ്യുക. Create a sticker in Inkscape software as shown in the model. Hint: add the text God's own country to the image as shown in the model. Save the image as SVG file in the extended folder in home with your register number question number as the file name. ഇത് ചെയ്യുവാനായി ഇങ്ക്സ്കേപ്പ് തുറക്കാം. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ആദ്യം ഇതുപോലൊരു ചതുരം വരയ്ക്കാം. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. ഇതിനി ഒരു ബോർഡർ കൊടുക്കാം. ഷിഫ്റ്റ് കീയിൽ അമർത്തിക്കൊണ്ട് കളർ പാലറ്റിൽ ഇവിടെ കറുത്ത നിറത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ബോർഡറിൻ്റെ നിറം കറുപ്പായതുകൊണ്ട്. ഷിഫ്റ്റ് കീയിൽ അമർത്തിയില്ലെങ്കിൽ ഉള്ളിലെ നിറമായിരിക്കും മാറുന്നത്. ഇനി ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ക്രമീകരണങ്ങൾ വരുത്താം. സ്ട്രോക്ക് സ്റ്റൈൽ എന്നത് സെലക്ട് ചെയ്യുന്നു. വിഡ്ത്ത് 3 എന്നത് മാറ്റിയിട്ട് 5 കൊടുക്കുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഈ ചതുരത്തിനുള്ളിലെ നിറം വെള്ളയാണ്, അതുകൊണ്ട് കളർ പാലറ്റിൽ നിന്ന് വെള്ള നിറം കൊടുക്കുന്നു. ഇവിടെ ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിനുള്ളിൽ കാണുന്ന റൗണ്ട് വരയ്ക്കാം. അതിനായി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിലെ അളവ് 150 കാണുന്നത്, അതുകൊണ്ട് വരച്ചാൽ അർദ്ധവൃത്തം തന്നെ കിട്ടും. അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഇതിനി ഒരു ഗ്രേഡിയൻ്റ് നിറം കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ടൂൾ ബോക്സിലെ ഗ്രേഡിയൻ്റ് ടൂളിൽ നിന്ന് നിറം നൽകുന്നു. ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്തു. ടൂൾ കൺട്രോൾ ബോക്സിൽ നിന്ന് ലീനിയർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ താഴെയുള്ള നിറം ചുവപ്പാണ്, അതുകൊണ്ട് ഇവിടെ താഴെയുള്ള നോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനു വേണ്ട നിറം നൽകുന്നു. മുകളിലെ നിറം മഞ്ഞയാണ്, അതുകൊണ്ട് മുകളിലെ നോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മഞ്ഞ നിറം കൊടുക്കുന്നു. ഇതിലെ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല, സ്ട്രോക്ക് കളയണം. അതിനിവിടെ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി ഷിഫ്റ്റ് കീയിൽ അമർത്തിക്കൊണ്ട് ഇവിടെ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ സ്ട്രോക്ക് അദൃശ്യമായി. ഇതിനെ വേണ്ട സ്ഥാനത്തേക്ക് ക്രമീകരിച്ചു വെക്കുന്നു. അടുത്തതായി ഇവിടെ കാണുന്ന രീതിയിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ടൈപ്പ് ചെയ്യണം. അതിനിവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഗോഡ്സ് ഓൺ കൺട്രി. ടെക്സ്റ്റ് ബോൾഡ് ആക്കേണ്ടതുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തത് ബോൾഡ് ആക്കുന്നു. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് ക്രമീകരിക്കുക. ക്രമീകരിച്ചു. അതിൻ്റെ നിറം നോക്കുക, നീലയാണ്. കളർ പാലറ്റിൽ നിന്നും അതനുസരിച്ചൊരു നിറം സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തി റൗണ്ടിനെയും സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ടെക്സ്റ്റ് എന്നതിലെ പുട്ട് ഓൺ ബാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ ഒഴിവാക്കുന്നു. ഇനി ടെക്സ്റ്റ് മാത്രം കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒയുടെ താഴെയാണ് മൗസ് പോയിന്റർ. അതിനെ ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ജിയുടെ താഴേക്ക് കൊണ്ടുവരുന്നു. ഇനി സ്പേസ് ബാർ ഉപയോഗിച്ച് അതിനെ ഇങ്ങനെ ക്രമീകരിച്ചു വെക്കാം. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോയിങ് എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ രജിസ്റ്റർ നമ്പർ പ്രകാരം പേര് നൽകുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ. സേവ് ചെയ്യേണ്ട ഫോൾഡർ ഇവിടെ മാറിക്കിടക്കുകയാണ്, അതുകൊണ്ട് എക്സാണ്ടൻ സെലക്ട് ചെയ്യുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാണ്ടൻ ഫോൾഡർ നമുക്കൊന്ന് തുറന്നു നോക്കാം. എക്സാണ്ടൻ തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്.